അപ്പോൾ ഗായ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യുക്കൗണ്ടറിനെ പറ്റിയ ക്യുക്കൗണ്ടർ പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ ഒരു അടിപൊളി ഫോർമേഷനായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് നമ്മൾ ഡിസ്ട്രോയർ ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കിനെ വെക്കുക. പിന്നെ അതുപോലെ തന്നെ ബിൽഡപ്പ് ആയിട്ടുള്ളൊരു സെൻറ്റർ ബാക്കിനെ അപ്പുറത്ത് വെക്കുക. പിന്നെ ഒരു റൈറ്റ് ബാക്കായിട്ട് ഡിഫെൻസീവ് ഫുൾ ബാക്കിനാണ് വെക്കേണ്ടത്. റൈറ്റ് ബാക്കായിട്ട് ഞാൻ ലിലിയൻ തുറാമിനാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ലെഫ്റ്റ് ബാക്കായിട്ട് അറ്റാക്കിങ് ഫുൾ ബാക്കായിട്ടുള്ളൊരു ബാക്കിനെ വെക്കുക. പിന്നെ ഡിഫെൻസീവ് മിഡായിട്ട് ആങ്കർമാൻ അല്ല, ഓർക്കസ്ട്രേറ്റർ കാർഡിനാണ് വെക്കേണ്ടത്. പിന്നെ അതുപോലെ AMF ആയിട്ട് നമ്മൾ ഹോൾ പ്ലെയറിനാണ് വെക്കുന്നത്. ഹോൾ പ്ലെയർ റൂണിനെയാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ലെഫ്റ്റ് മിഡായിട്ട് നമ്മളൊരു പ്രൊളിഫിക് വിങ്ങറിനെയാണ് വെക്കേണ്ടത്. റൈറ്റ് മിഡാണ് നമ്മൾ ഇനി വെക്കുന്നത്, അത് റോമി ഫ്ലാങ്കും. പിന്നെ സ്ട്രൈക്കർമാർ രണ്ടും, ഒരു ഗോൾ പോച്ചറും ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനാണ്. അതിലെ ആങ്കറിങ്ങിൽ നമ്മൾ ഫസ്റ്റായിട്ട് ആങ്കറിങ്ങിൽ നമ്മുടെ ഗോൾ പോച്ചറിനെയാണ് വെക്കുന്നത്. പിന്നെ രണ്ടാമത്തെ അറ്റാക്കിങ്ങിൽ നമ്മളെ ഹോൾ പ്ലെയർ ആയിട്ടുള്ള AMFന് വെക്കും. പിന്നെ നമ്മളെ കൗണ്ടർ ടാർഗറ്റിൽ നമ്മളെ ഡീപ്പ് ലൈൻ ഫോർവേഡിനെ വെക്കുക. പിന്നെ നമ്മളെ ഡീപ്പ് ലൈനിലായിട്ട് നമ്മുടെ ഡിഫെൻസീവ് മിഡ് ആയിട്ടുള്ള ഓർക്കസ്ട്രേറ്ററിനെ നമ്മൾ കൊടുന്ന് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊരു അടിപൊളി ഫോർമേഷനാണ് ക്യുക്കൗണ്ടറിന്.